ജനപക്ഷയാത്രയുടെ പിരിവുമായി ബന്ധപ്പെട്ട് കോട്ടയം ജില്ലയിലെ കോൺഗ്രസ് രാഷ്ട്രീയം പൊട്ടിത്തെറിയിലേക്ക്. കെപിസിസി സെക്രട്ടറിയുടെയും ഡിസിസി സെക്രട്ടറിയുടെയും സ്ഥാനങ്ങൾ തെറിച്ചതിന് പിന്നാലെ സ്വീകരണ യോഗങ്ങളിൽ ആള് കുറഞ്ഞതും പാർട്ടി ജില്ലാ നേതൃത്വത്തിന് വിനയാകും. മുഖ്യമന്ത്രിയടക്കം മുതിർന്ന നേതാക്കളുള്ള കോട്ടയം ജില്ലയിൽ ജനപക്ഷയാത്ര തകർക്കാൻ പാർട്ടിക്കുള്ളിൽ ഗൂഢാലോചന നടന്നെന്ന കണ്ടെത്തലാണ് സംസ്ഥാന നേതൃത്വത്തിന് തലവേദനയായിരിക്കുന്നത്. യാത്രയ്ക്കായി വൻതോതിൽ പിരിവ് നടത്തിയ നേതാക്കൾ ഡിസിസി പ്രസിഡന്റിനെ കൊടുക്കാൻ മനഃപൂർവ്വം ശ്രമം നടത്തിയതായും പാർട്ടി അന്വേഷണത്തിൽ കണ്ടെത്തി. ഷാപ്പ് ഉടമകളിൽ നിന്ന് കളക്ട് ചെയ്ത് ഇത്രയും രൂപ കൊടുക്കണമെന്ന് നിങ്ങളുടെ മുന്നിൽ വന്ന ആളിനോട് നിർദ്ദേശിച്ചത് ടോമി കല്ലാനിയാണോ എന്ന് 8 പ്രാവശ്യം ചോദിച്ചു. CI പറഞ്ഞതാണ്. അപ്പോൾ അവർക്ക് ചെന്നവർക്ക് ടോമി കല്ലാനിയുടെ പേര് CIയുടെ വായിൽ നിന്ന് വരുന്നത് കേൾക്കുന്നതിനുള്ള ഒരു ത്വരയുണ്ടായിരുന്നു. മുൻ തീരുമാനത്തിൽ മയം വരുത്തി വൻ പ്രചാരണം നടത്തിയെങ്കിലും ജില്ലയിൽ ജനപക്ഷയാത്രയ്ക്ക് കോട്ടയം മണ്ഡലം ഒഴികെ മറ്റു പലയിടങ്ങളിലും ലഭിച്ചത് തണുത്ത സ്വീകരണമായിരുന്നു. ചങ്ങനാശ്ശേരിയിലായിരുന്നു ഏറ്റവും ശുഷ്കമായ സദസ്സെന്ന് കോട്ടയം ജില്ലയുടെ ചുമതലയുള്ള KPCC സെക്രട്ടറി ബാബുപ്രസാദ് തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. വളരെ ശുഷ്കമായിരുന്ന പരിപാടി വളരെ വിപുലമായ രീതിയിൽ പിരിവ് നടന്നു, വിപുലമായ രീതിയിൽ പ്രചരണം നടന്നു. പക്ഷേ ജനക്കൂട്ടം വന്നപ്പോൾ വളരെ ശുഷ്കമായിപ്പോയി. ആരോപണ വിധേയരായവരെ മാറ്റി നിർത്തി രഘുറാമിനെതിരെ നടപടിയെടുത്തതിൽ ജില്ലയിലെ ഐ ഗ്രൂപ്പിൽ കടുത്ത അതൃപ്തി നിലവിലുണ്ട്. വരും ദിനങ്ങളിൽ ഇത് വൻ പൊട്ടിത്തെറിയിലേക്ക് നീങ്ങും എന്നാണ് സൂചന. റിപ്പോർട്ടർ, കോട്ടയം.